ഏജന്റ് അബദ്ധത്തിൽ ഒരു കെണിയിൽ വീഴുകയും 10 മീറ്റർ ആഴമുള്ള ഒരു ലംബമായ കുഴിയിൽ പൂട്ടിയിടപ്പെടുകയും ചെയ്തു. മുകളിലെ കിണറിന്റെ മൂടി ബുള്ളറ്റ് പ്രൂഫ് ആയിരുന്നതിനാൽ അദ്ദേഹത്തിന്റെ സാധാരണ കൈത്തോക്കുകൊണ്ട് അത് തകർക്കാൻ കഴിഞ്ഞില്ല. രക്ഷപ്പെടാനായി അദ്ദേഹം തന്റെ ബാഗിൽ നിന്ന് ഒരു കത്രികയെടുത്ത് ഒരു വാട്ടർ പൈപ്പ് മുറിക്കാൻ ഉപയോഗിച്ചു. തുടർന്ന് അദ്ദേഹം തോക്കിലെ വെടിയുണ്ടകൾ നീക്കം ചെയ്യുകയും വെടിമരുന്ന് മുഴുവൻ ശേഖരിക്കുകയും ചെയ്തു. അദ്ദേഹം വെടിമരുന്ന് ഒരു വെള്ളത്തുടിയിൽ പൊതിഞ്ഞ് പൈപ്പിനുള്ളിൽ തിരികെ വെച്ചു. അതിനുശേഷം അദ്ദേഹം തന്റെ സോക്സ് ഊരി ഒരു പന്തായി ചുരുട്ടി പൈപ്പിന്റെ ഒരറ്റം അടയ്ക്കാൻ ഉപയോഗിച്ചു. മറ്റേ അറ്റം അദ്ദേഹം തന്റെ കൈത്തോക്ക് ഉപയോഗിച്ച് അടച്ചു. അവസാനമായി തോക്കിന്റെ ബാരലും പൈപ്പും ചേർന്നെടുത്ത് അദ്ദേഹം ഫിലിം ചുറ്റി. ഇത് ഈ സംവിധാനത്തെ ഒരു താൽക്കാലിക ബോംബാക്കി മാറ്റി. എല്ലാം തയ്യാറായപ്പോൾ ജിമ്മി ഒരു കല്ലെടുത്ത് കുഴിയിലെ പ്രധാന വാട്ടർ പൈപ്പ് തകർത്തു. വെള്ളം അതിവേഗം ഒഴുകിയെത്താൻ തുടങ്ങി. ഈ വേഗതയിൽ 10 മിനിറ്റിനുള്ളിൽ കുഴി നിറയും. ജിമ്മി ശാന്തനായി നിന്നു. അദ്ദേഹം ഒരു കഷ്ണം വെള്ളത്തുണി ഉപയോഗിച്ച് ചെവികൾ അടച്ചു. എന്നിട്ട് കത്രിക പകുതിയായി ഒടിച്ച് കയറാനുള്ള ഉപകരണങ്ങളായി ഉപയോഗിച്ചു. ഉയർന്നുവരുന്ന വെള്ളത്തിന്റെ സഹായത്തോടെ അദ്ദേഹം മുകളിലേക്ക് പൊങ്ങി കിണറിന്റെ മുകളിൽ പെട്ടെന്നെത്തി. ബോംബ് ഉണങ്ങിത്തന്നെ നിന്നു. അപ്പോഴാണ് ഒരു കൂട്ടം കൊലയാളികൾ പുറത്തുവന്നത്. ഭാഗ്യവശാൽ ജിമ്മി ഇതിനകം ബോംബ് സ്ഥാപിച്ചിരുന്നു. അദ്ദേഹം ഒരു കയറെടുത്ത് വെള്ളത്തിലേക്ക് വീണ്ടും ഊളിയിട്ടു. കൊലയാളികൾ കിണറിനടുത്തെത്തിയപ്പോൾ ജിമ്മി ഒരു കയർ ഉപയോഗിച്ച് തൂക്കിന്റെ ട്രിഗർ വലിച്ചു. വെള്ളം സ്ഫോടനത്തിൽ നിന്ന് അദ്ദേഹത്തെ സംരക്ഷിച്ചു. അതിനാൽ അദ്ദേഹത്തിന് സുരക്ഷിതമായി പുറത്തു കിടക്കാൻ കഴിഞ്ഞു. പുറത്തു വന്ന ഉടൻ അദ്ദേഹം തന്റെ പോരാട്ട വൈദഗ്ധ്യം ഉപയോഗിച്ച് ബാക്കിയുള്ള കൊലയാളികളെ വേഗത്തിൽ കീഴടക്കി. എന്നാൽ അപ്പോഴാണ് കൊലയാളി സംഘത്തിന്റെ തലവൻ പെട്ടെന്ന് ആക്രമിക്കുകയും ജിമ്മിയുടെ മുഖത്തേക്ക് പെപ്പർ വാട്ടർ സ്പ്രേ ചെയ്യുകയും ചെയ്തത്. തലവൻ ആഘോഷിക്കുന്നതിന് മുൻപ് ജിമ്മി ഇതിനകം തലവന്റെ ശരീരത്തിൽ നിന്ന് ഒരു ഗ്രനേഡ് എടുത്ത് അതിന്റെ പിന്നു വലിച്ചിരുന്നു. രോഷാകുലനായ തലവന് ജിമ്മിയെ വിട്ട് ഓടി രക്ഷപ്പെടുകയല്ലാതെ മറ്റു മാർഗമില്ലായിരുന്നു. ജിമ്മി ജനലിലൂടെ പുറത്തേക്ക് ചാടി. ഭാഗ്യവശാൽ സ്ഫോടനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മാത്രം വേഗത അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഉച്ചത്തിലുള്ള സ്ഫോടനം പോലീസിന്റെ ശ്രദ്ധയെ ആകർഷിച്ചു. സ്ഫോടനത്തിന് പിന്നിൽ ജിമ്മിയാണെന്ന് കരുതി അവർ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ നീങ്ങി. ജിമ്മിക്ക് അവരെ ഉപദ്രവിക്കാൻ താല്പര്യമില്ലായിരുന്നു. അതിനാൽ അദ്ദേഹം ഓടിപ്പോയി. എന്നാൽ പോലീസ് പെട്ടെന്ന് വാഹനങ്ങളിൽ കയറി അദ്ദേഹത്തെ പിന്തുടർന്നു. ട്രാഫിക് പോലീസ് കാറുകളെ തടസ്സപ്പെടുത്തുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ജിമ്മി റോഡ് കുറുകെ ഓടി. എന്നിരുന്നാലും അദ്ദേഹം ശ്രദ്ധിച്ചില്ല. അതുവഴി വന്ന ഒരു വാഹനം ഇടിച്ച് നിലത്തു വീണു. പോലീസ് ഈ അവസരം മുതലെടുത്ത് റോഡിന്റെ വശത്തുള്ള കൈവരിയിൽ അദ്ദേഹത്തെ കൈവലങ്കി വെച്ചു. കാര്യങ്ങൾ കൂടുതൽ വഷളാക്കാൻ കൊലയാളി സംഘത്തിന്റെ തലവൻ ഇതിനകം അവരുടെ താവളത്തിൽ തിരിച്ചെത്തി. അദ്ദേഹത്തെ പിടിക്കാൻ ഒരു വലിയ സംഘം കൊലയാളികളെ അയച്ചു.